ആ എടാ ദാ ഇവര് നമ്മുടെ വിരുന്നുകാരാ. ഇത് സത്യ വക്കീല, ഇത് പുള്ളിക്കാരന്റെ കെട്ടിയോള്. പേര് എന്നതാ മോളെ പറഞ്ഞേ? മായ. ആ മായ. അതെ, ഞങ്ങള് ചന്തേന്ന് വരുന്ന വഴിക്ക് കണ്ടതാ. ഇവരുടെ വണ്ടി ഏതാണ്ട് ഏനക്കാടായിട്ട് റോഡിൽ കിടക്കുക. നീ ഒന്ന് നോക്കിക്കേ. വാ. നമ്മളെ കയറി വരുന്ന വളവിലൊരു സ്ലാബ് പൊട്ടി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഓക്ക് വേണോ? ഞാൻ എടുത്തു തരാം. അയ്യോ, ഇതെന്തോ ഈ കയ്യേല്? എന്നാ പറ്റിയതാ? അല്ല, ഈ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പം ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപ്പൊ എന്തോ ചെയ്യാനൊരു ധൈര്യം തോന്നി. ആത്മഹത്യ ചെയ്യാൻ ഒരു നിമിഷത്തെ ധൈര്യം മതി മോളെ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നേരിടുമെന്ന് തീരുമാനിക്കുന്നതിലാണ് ചങ്കൂറ്റം. വെറുതെ ഉപദേശിക്കാൻ ആർക്കും പറ്റും. ആ സിറ്റുവേഷനിൽ പെട്ടാലേ അറിയൂ അതിന്റെ വിഷമം. മായ, ഐ ആം സോറി. പണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചതാ. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന്. കല്യാണത്തിന് മുമ്പ് നാട്ടിൽ എനിക്കൊരാളുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് ട്യൂഷൻ എടുത്തിരുന്ന സാറാ. ഓ, അപ്പച്ചൻ അറിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു പുകയില്. ആ പുള്ളിക്കാരന് നായരായിരുന്നു. ഈ കഥയൊക്കെ കേട്ടിട്ടും ചാർലി ചായൻ എന്നെ കെട്ടാമെന്ന് പറഞ്ഞു. ആ സാറിനെ നാട്ടിൽ നിന്ന് തല്ലി ഓടിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ കല്യാണവും നടന്നു. പ്രേമനൈരാശ്യവും പോരാത്തതിന് അപ്പച്ചനോടുള്ള വാശിയും എല്ലാം കൂടെ ആദ്യ രാത്രി തന്നെ ആത്മഹത്യ ചെയ്യാൻ ഞാനങ്ങ് തീരുമാനിച്ചു. വിഷം കഴിക്കണോ തൂങ്ങിച്ചാവണോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ ദാണ്ട ചാർലി ചായൻ അകത്തോട്ട് ഇഞ്ഞ് കയറി വരുന്നു. അയ്യോ, ഞാനങ്ങ് പേടിച്ച് വിറച്ചു പോയി കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്ത് വന്നേച്ചും പറയുവാ, ത്രേസ്യക്കുട്ടി പേടിക്കണ്ട, ഇനി അങ്ങോട്ട് ഞാനുണ്ട്. 45 കൊല്ലമായി കളിയും ചിരിയും കണ്ണീരും വഴക്കും ഒക്കെ ഉണ്ടായി. എന്നാലും അത് ഞാൻ തന്ന വാക്ക് പാലിച്ചു. എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. ചാർലി ചായനേക്കാൾ കൂടുതൽ ഒരാൾക്കും എന്നെ സ്നേഹിക്കാൻ പറ്റത്തേയില്ല. അന്ന് ഞാൻ ചെയ്യാൻ പോയ മണ്ടത്തരം ഓർക്കുമ്പോഴേ ഇപ്പോഴും എനിക്കങ്ങ് ചിരി വരും. ഇന്നേ വരെ ഇച്ചായനോട് ഞാൻ ഈ കാര്യമൊട്ട് പറഞ്ഞിട്ടുമില്ല. അയ്യോ, ഞാൻ എൻ്റെ കഥയൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചില്ലയോ? ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. നിങ്ങളെ ഇവിടൊക്കെ നടന്നൊന്ന് കണ്ടേച്ചും എന്താ? മാറുകോഴി. മായ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഒരുപക്ഷെ അമ്മയുണ്ടായിരുന്നെങ്കിൽ മായ ഇത് പോട്ടെ. എൽദോടെ കല്യാണത്തിന് വരണം കേട്ടോ, രണ്ടുപേരും. ഇത് വെച്ചോ മോളെ, നല്ലതാ. മുരിങ്ങയ്ക്ക നല്ല ഗുണമുള്ള സാധനമാ. ഇത് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. എൽദോ ഏറ്റവും ഇളയതാ. ഞങ്ങൾക്ക് പിള്ളേരെ 6. അതിനിതൊക്കെ ആരോഗ്യം എവിടുന്നാണെന്നാ. എന്നാ പോവല്ലേ? താങ്ക്സ്. എന്നാ പോട്ടെ പോട്ടെ.
സൂയിസൈഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഓക്കെ, കുറച്ച് ഓവറായിപ്പോയി. കുറച്ച്? കമോൺ. അല്ല, എന്ത് കണ്ടിട്ട് ആ കോമാളിയെ പ്രേമിച്ചത്? ബുദ്ധിയില്ലെങ്കിലും ജാടയ്ക്കൊരു കുറവുമില്ല. അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു അന്നാ അവനെ ഞാൻ ആദ്യം കാണുന്നത്. ഹലോ ആൻറ്റി, ഞാൻ അഭയ്. മായയുടെ കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്തൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നത്. കുറച്ച് നാളായി ഞാൻ ആൻറ്റിയുടെ മോളുടെ പുറകെടുക്കാൻ തുടങ്ങിയിട്ട്. കണ്ടോ, പുള്ളിക്കാരി ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അതെങ്ങനെയാ? ഫുൾ ടൈം തലയും താഴ്ത്തി ദുരന്ത നായിക പോലെയല്ലേ നടപ്പ്. ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ ആൻറ്റി മായോട് പറയണം ഒന്ന് ചിരിക്കാൻ. മായ മായ ഞാൻ പറഞ്ഞെല്ലാം സത്യമാണ്. കുറച്ച് നാളെ ഞാൻ തൻ്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. ജസ്റ്റ് ടു ആസ്ക് യു ഔട്ട് ഫോർ എ കപ്പ് ഓഫ് കോഫി. നല്ല സമയവും സ്ഥലവും കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. സമയത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഇതിലും പെർഫെക്റ്റായൊരു സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ചോദിക്കുന്നത് മായയുടെ അമ്മയുടെ മുന്നിൽ വെച്ചാണ്. എൻ്റെ ഇഷ്ടമൊന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ല. ആ പെണ്ണിനെ ഞാൻ കെട്ടിയില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എനിക്ക് ആ പെണ്ണ് ഇഷ്ടമായിട്ടല്ല. വാവ്, ഇതുപോലെ വനിതയിലോ മംഗളത്തിലോ അയച്ചുകൂടെ? നല്ല അസല് പൈങ്കിളിയാ. ഈ പ്രേമം എന്ന് പറയുന്നതേ പൈങ്കിളിയാ മാഷെ. പക്ഷേ ഇങ്ങനത്തെ പൈങ്കിളി മാറ്റേഴ്സിനും സൂയിസൈഡ് ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. പ്രണയനൈരാശ്യം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, രോഗം, അവഹേളനം, ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ 100 കൂട്ടം കാരണങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരു സെക്കൻഡെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ.